ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. 2026 മെയ് 23 നടന്നിട്ടുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് കേട്ടോ. ഈ ഒരു പ്രസ്താവനയിൽ നിന്നും തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്താനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് കേട്ടോ തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ നോക്കാം. വാസ്കോഡഗാമ ആദ്യമായി മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. ഓപ്ഷൻ സി എന്താണ്? 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. 1604 ഡച്ചുകാർ കോഴിക്കോട് എത്തിച്ചേർന്നത്. ഇന്ത്യയിൽ ഡച്ച് മേൽക്കോയ്മ അവസാനിപ്പിച്ച യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, മാർത്താണ്ഡവർമ്മയും അതുപോലെ എന്താണ് ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ഓക്കെ, ഓപ്ഷൻ ബി എന്താണ്? പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാർ നാലാമനെ തൂക്കിലേറ്റി വർഷം 1599 ആണെന്നുണ്ട്. ഈ ഒരു പ്രസ്താവനയിലാണ് തെറ്റുള്ളത് കേട്ടോ. അതായത് പോർച്ചുഗീസുകാർ കുഞ്ഞാലിമരക്കാർ നാലാമനെ തൂക്കിലേറ്റി വർഷം 1599 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് തെറ്റാണ്. 1600 1600 ഗോവയിൽ വെച്ചിട്ടാണ് കുഞ്ഞാലിമരക്കാർ നാലാമനെ വധിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ കണ്ടെത്താനാണ് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ള രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എ ആൻഡ് ഡി ആണ് ശരിയായിട്ടുള്ളത്. മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 എന്നുള്ളതും, അതുപോലെ ബേസിൽ ഇവാഞ്ചിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ച വർഷം 1841 എന്നുള്ളതും ശരിയാണ് കേട്ടോ. ബിയും സിയും തെറ്റാണ്. ബി എന്താണ്? ഹെർമൻ ഗുണ്ടർട്ട് 1845 പ്രസിദ്ധീകരിച്ച മലയാള പത്രങ്ങളാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. ഈ ഒരു പ്രസ്താവന തെറ്റാണ് കേട്ടോ. എന്താണ് തെറ്റ്? ഹെർമൻ ഗുണ്ടർട്ടിന്റെ നേതൃത്വത്തിൽ എല്ലിക്കുന്നിൽ നിന്നും രാജ്യസമാചാരവും പശ്ചിമോദയം എന്നീ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചത് 1845 1847 ഓപ്ഷൻ സിയോ, ചർച്ച് മിഷൻ സൊസൈറ്റി 1812 കോട്ടയത്തും ഒരു കോളേജ് സെമിനാരിയും സ്ഥാപിച്ചു എന്നാണ് കേട്ടോ. കോട്ടയത്ത് ഒരു കോളേജും സെമിനാരിയും സ്ഥാപിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രസ്താവനയും തെറ്റാണ്. ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോട്ടയത്ത് CMS കോളേജും സെമിനാരിയും സ്ഥാപിക്കപ്പെട്ടത് 1815 1817 കാലഘട്ടത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക എന്നാണ്. ഈ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കാനാണ്. ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. ഓക്കെ, BCAD എന്നാണ്. ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നു. അതാണ് ഒന്നാമത് വരുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നത് എന്നാണ്? 1773 1773 ബ്രിട്ടീഷ് പാർലമെന്റ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം നടപ്പിലാക്കുന്നു. ഓക്കെ, ഇതെന്താണ്? 1793 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിൽ സ്ഥിര നികുതി സമ്പ്രദായം ഏർപ്പെടുത്തുന്നത്. ഇനി പ്രസ്താവനയോ, ബോംബെ ഡെക്കാൻ മേഖലകളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി നികുതി പരിഷ്കാരം നടപ്പിലാക്കുന്നു. എന്നാണ്? 1818 1820 കേട്ടോ. നെക്സ്റ്റ്, സാന്താളുകളുടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്നുള്ളതാണ്. എന്നാണ്? 1855 സാന്താൾ കലാപം ഓക്കെ ആരംഭിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നവയിൽ ശരിയായ രണ്ട് പ്രസ്താവനകളുള്ള ഓപ്ഷൻ കണ്ടെത്താനാണ് കേട്ടോ. ശരിയായ രണ്ട് പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്. ബി ആൻഡ് ഡി. അതായത് ദക്ഷിണാഫ്രിക്കൻ ജീവിതം അവസാനിപ്പിച്ച് മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയത് 1915 ജനുവരി 9 1915 ജനുവരി 9 അതുപോലെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം 1917 ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. എന്താണ് പ്രസ്താവന? 1892 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്ര തിരിച്ചത് എന്നാണ് പറയുന്നത്. 1893 ഓക്കെ, ഇനി പ്രസ്താവന സി, സ്റ്റേറ്റ്മെന്റ് സിയിൽ എന്താ? 1915 ഇന്ത്യയിലേക്ക് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി 1915 ഫെബ്രുവരിയിൽ നടന്ന ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഉദ്ഘാടന ചടങ്ങായിരുന്നു. ഈ ഒരു പ്രസ്താവനയും തെറ്റാണ് കേട്ടോ. ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ഉദ്ഘാടന ചടങ്ങാണ്. എന്നാൽ അത് നടന്നത് 1915 അല്ല കേട്ടോ, 1916 ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇതും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈ ഒരു എന്താണ്? ഇതിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. മാവോയുടെ നേതൃത്വത്തിൽ ജനകീയ റിപ്പബ്ലിക് 1946 സ്ഥാപിതമായെന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓക്കെ,
നെക്സ്റ്റ് താഴെ തന്ന പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ള പേരുകളിൽ നിന്നും 2025 ഊർജ്ജതന്ത്രത്തിന് നോബൽ പുരസ്കാരം നേടിയ വ്യക്തിയെ കണ്ടെത്തുക. ഇവിടെ ഓപ്ഷൻ ബി ആണ് ജോൺ എം മാർട്ടിനസ് ആണ് കേട്ടോ. ജോൺ എം മാർട്ടിനസ് ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതെന്നാണ് കേട്ടോ. ചുവടെ തന്നിട്ടുള്ളവയിൽ കേരളത്തിൽ കൂടി കടന്നു പോകാത്ത ദേശീയപാത ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് 130C ആണ്. 130C. ബാക്കി 966B, 866, 183 ഇതൊക്കെ എന്താണ് കേരളത്തിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാതകളാണ്. 966Bന്റെ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഏറ്റവും ചെറിയ ദേശീയപാതകളിൽ ഒന്നാണല്ലേ. ഇത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? നമുക്കറിയാം എറണാകുളത്തെ കുണ്ടന്നൂരിനെയും വെല്ലിംഗ്ടൺ ഐലൻഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് 966B. ഇനി 866 NH 866 കേരളത്തിലെ തിരുവനന്തപുരത്തെയും അതുപോലെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് 866. ഓക്കെ, 183AO ഇത് കൊല്ലത്തെയും പത്തനംതിട്ടയിലെ വാകയാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്. 130C നമുക്കറിയാം കേരളത്തിലല്ല, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ്, നദീ സമതലങ്ങളിൽ നിന്നും എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നതെന്നാണ് കേട്ടോ. എത്ര മീറ്റർ മുതൽ എത്ര മീറ്റർ വരെയാണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ സി ആണ്. അതായത് 150 മീറ്റർ മുതൽ 600, 900 മീറ്റർ വരെയാണ് നദീ സമതലങ്ങളിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. എത്രയാണ്? 150 മീറ്റർ മുതൽ 600, 900 മീറ്റർ വരെ. നെക്സ്റ്റ്, ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ ഡേഷ് എന്നറിയപ്പെടുന്നു. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ ഡേഷ് എന്നറിയപ്പെടുന്നു. നീർത്തടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശങ്ങൾ നീർത്തടങ്ങൾ എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്നവയിൽ വിവിധ ഇനം വരൾച്ചകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണെന്നാണ്. ഓരോ പ്രദേശത്തും ഓരോ കാലത്ത് ലഭിക്കേണ്ട മഴയുടെ അളവ് ദീർഘകാലങ്ങളിൽ കുറയുന്ന സാഹചര്യമാണ് കാലാവസ്ഥ വരൾച്ച. വിളകൾക്ക് വളരാൻ ആവശ്യമായ മണ്ണിന്റെ ഈർപ്പത്തിലെ കുറവിനെയാണ് കാർഷിക വരൾച്ച എന്നറിയപ്പെടുന്നത്. വിവിധ സംഭരണികളിലും ജലഭ്യതങ്ങളിലും അതായത് അക്യുഫേഴ്സിലും തടാകങ്ങൾ, അണക്കെട്ടുകൾ തുടങ്ങിയവയിലും വർഷണത്തിന് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിനും താഴേക്ക് ജലലഭ്യത കുറയുന്നതാണ് ജലപീഠ ശോഷണ വരൾച്ച. ഓക്കെ, 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 1, 2, 3, 4 എന്നാണ് ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മുടെ ഈ അപ്പൊ പ്രൊവിഷണൽ ആൻസർ കീയിൽ ഈ ഒരു ആൻസർ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം ഇവിടെ ഓപ്ഷൻ നോക്കൂ, ഓപ്ഷൻ ഡിയിൽ 1, 2, 3, 4 എല്ലാം ശരിയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇല്ലല്ലേ. ഈ ഒരു കാരണം കൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഈ 3 പ്രസ്താവനകളും ശരിയാണ്, പഠിക്കണം. നെക്സ്റ്റ്, ഭൂമിശാസ്ത്രത്തിലെ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഭൂമിശാസ്ത്രത്തിലെ മേഖലാ സമീപനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കാർ റിട്ടർ ആണ് കേട്ടോ. കാർ റിട്ടർ. നെക്സ്റ്റ്, ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡേഷ് എന്നറിയപ്പെടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ ഡേഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി ആണ്. താപവിപര്യം എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷ ഊഷ്മാവ് കൂടി വരുന്ന അവസ്ഥയെ താപവിപര്യം എന്നറിയപ്പെടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ചേരുംപടി ചേർക്കാനാണ്. എന്താണ് ശരിയായിട്ടുള്ള ക്രമീകരണം? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. 1D, 2A, 3C, 4B. അതായത് ദശവർഷ പദ്ധതി ആവിഷ്കരിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. ഗാന്ധിയൻ പ്ലാന് SN അഗർവാൾ ആണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി ജവഹർലാൽ നെഹ്റു. ബോംബെ പ്ലാന് JRD ടാറ്റ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുഖനിയായ കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുഖനിയായ കാരാജാസ് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രസീലാണ്. ബ്രസീലാണ്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഇരുമ്പുഖനി ഏതാണ്? കാരാജാസ് മൈനാണ്. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബ്രസീലിലാണ്.
നെക്സ്റ്റ് താഴെ നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിന്റെ പേര് കണ്ടെത്താനാണ് കേട്ടോ. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഇത് ഏത് സ്ഥാപനത്തെ പറ്റിയിട്ടുള്ളതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻ സി നബാർഡ് ആണ്. അതായത് 1982 നിലവിൽ വന്നു. നബാർഡ് എന്നാണ് നിലവിൽ വന്നത്? 1982 കാർഷിക മേഖലാ വികസനം, ഗ്രാമീണ മേഖലാ വികസനം, അതുപോലെ ഗ്രാമീണ വായ്പയുടെ ഒരു ഉന്നത സ്ഥാപനമാണ്. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നബാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാണ് നിലവിൽ വന്നത്? 1982. നെക്സ്റ്റ് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏതെന്നാണ് കേട്ടോ. ഇവിടെ യോജിക്കാത്ത പ്രസ്താവന ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല എന്നാണ്. അപ്പൊ ഇത് എന്ത് ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളതാണ്. ഏതൊക്കെയാണ്? ഹരിത വിപ്ലവം ധനികരായ കർഷകർക്കാണ് കൂടുതൽ ഗുണം ചെയ്തെന്നുള്ളത് ശരിയാണ് കേട്ടോ. അതുപോലെ അത്യുൽപാദന ശേഷിയുള്ള വിളകൾക്ക് കീടങ്ങളുടെ ആക്രമണ സാധ്യത കൂടുതലാണ്. ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ കുറഞ്ഞ വിലക്ക് പാവങ്ങൾക്ക് ഭക്ഷണധാന്യം വിതരണം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ് 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് കേട്ടോ. ഇവിടെ ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ അനുമതി നൽകി. ശരിയാണ്. നെക്സ്റ്റ് അപകടകരമായ വസ്തുക്കൾ ഒഴികെയുള്ള വസ്തുക്കളുടെ ഇറക്കുമതിക്കുള്ള ലൈസൻസ് നടപടിക്രമങ്ങൾ നിർത്തലാക്കി. നെക്സ്റ്റ് പ്രത്യക്ഷ പരോക്ഷ നികുതി നിരക്കുകൾ കുറച്ചു. ഇപ്പൊ ഇത് മൂന്നും എന്തുമായി ബന്ധപ്പെട്ടാണ്? 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് ചരക്ക് സേവന നികുതിയിൽ GST ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത്? ചരക്ക് സേവന നികുതിയിൽ GST അതായത് GSTയിൽ ഉണ്ടായിരുന്ന ഏത് സ്ലാബുകളാണ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചത്. ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 12%, 28%. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതെന്നാണ് കേട്ടോ. ഭരണഘടനാ അസംബ്ലിയിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നുമില്ലാതെ ഐക്യകണ്ഠേന പാസാക്കിയ വിഷയം ഏതാണ്? ഓപ്ഷൻ ബി പ്രായപൂർത്തി വോട്ടവകാശമാണ്. പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് 1976 42 ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതെന്ന് കണ്ടെത്തുക എന്നാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. ഏത് ഭേദഗതിയിലൂടെയാണ്? 42 ഭേദഗതി 1976. നെക്സ്റ്റ് താഴെ പറയുന്നവയിൽ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതെന്നാണ്? ഓപ്ഷൻ ബി ആണ് തെറ്റായി. ബാക്കിയൊക്കെ ശരിയാണ് കേട്ടോ. എന്താണ് ഓപ്ഷൻ എ? കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചു. അപ്പൊ സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയല്ല എന്ന് പ്രസ്താവിച്ചത് ഏത് കേസിലാണ്? കേശവാനന്ദ ഭാരതി കേസിലാണ് കേട്ടോ. നെക്സ്റ്റ് സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശം മാത്രമാണെന്നുള്ളത് ശരിയാണ്. സ്വത്തവകാശം ഇപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 300A ഉള്ളത് എന്നുള്ളതും ശരിയാണ്. ഓപ്ഷൻ ബി എന്താണ്? 1976 42 ഭരണഘടനാ ഭേദഗതിയിലൂടെ പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെന്താണ്? തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്ന് നമുക്കറിയാം. 1976 42 ഭേദഗതിയിലൂടെ അല്ല, 1978 44 ഭേദഗതിയിലൂടെയാണ് പാർലമെന്റ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തിട്ടുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധമില്ലാത്തത് ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ് ബന്ധമില്ലാത്തത്. ബാക്കിയൊക്കെ എന്താണ്? ത്രിതല സംവിധാനമാണ്. അതുപോലെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണം, 30%, 33% വനിതാ സംവരണം. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ രൂപീകരണം ഇതുമായിട്ട് ബന്ധമുള്ളതല്ല. നെക്സ്റ്റ് താഴെ പറയുന്നതിൽ നിന്ന് ശരിയായ ജോഡിയെ കണ്ടെത്തുക എന്നാണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ജോഡി. സമവർത്തി പട്ടിക, വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ. നെക്സ്റ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാര്? സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചതാരാണ്? TH മാർഷൽ ആണ് കേട്ടോ. TH മാർഷൽ ആണ് സിറ്റിസൺഷിപ്പ് ആൻഡ് സോഷ്യൽ ക്ലാസ് എന്ന പുസ്തകം രചിച്ചത്. നെക്സ്റ്റ് രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് കേട്ടോ. രാജ്യസഭയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. എന്താണ്? ബാക്കിയൊക്കെ ശരിയാട്ടോ. രാജ്യസഭ സ്ഥിരം സഭയാണെന്നുള്ളത് ശരിയാണ്. രാജ്യസഭ ഉപരിസഭയാകുന്നു എന്നുള്ളതും ശരിയാണ് കേട്ടോ. രാജ്യസഭ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതും ശരിയാണ്. ഓക്കെ. അപ്പൊ എന്താണ് മൂന്നാമത്തെ ഓപ്ഷൻ സി എന്താണ്? രാജ്യസഭ അംഗത്തിന്റെ കാലാവധി 5 വർഷമാകുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്രയാണ്? കാലാവധി നമുക്കറിയാം 5 വർഷമല്ല 6 വർഷം കേട്ടോ. 6 വർഷമാണ് രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി. 6 വർഷമാണ്.
നെക്സ്റ്റ് 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 2023 106 ഭരണഘടനാ ഭേദഗതി നിയമം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണമായിട്ട് ബന്ധപ്പെട്ടാണ് 2023 106 ഭരണഘടനാ ഭേദഗതി. ഓക്കെ, എന്തുമായി ബന്ധപ്പെട്ടാണ്? ലോകസഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 1/3 സീറ്റ് സംവരണം. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഏതൊക്കെയാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകള്? ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്, അതായത് ഓൺലി 1 and 2 എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പൊ അത് ഏതൊക്കെയാണോ നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഭരണഘടന നിർമ്മിച്ചത് എന്നുള്ളതും ശരിയാണ്. ക്യാബിനറ്റ് മിഷൻ പദ്ധതി പ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചതെന്നുള്ളതും ശരിയാണ്. മൂന്നാമത്തെ എന്താണ്? ഭരണഘടനാ നിർമ്മാണ സഭയാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഭരണഘടനകൾ നിർമ്മിച്ചതെന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടന മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. 1947 വിഭജനത്തിന് ശേഷം പാകിസ്ഥാന് സ്വന്തമായി മറ്റൊരു ഭരണഘടനാ നിർമ്മാണ സഭ നിലവിൽ വരികയും അവർ പാകിസ്ഥാന്റെ ഭരണഘടന പ്രത്യേകം തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കുറച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണെന്നാണ്. ഇവിടെ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. KSDMA ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്നുള്ളതും ശരിയാണ്. ഓക്കെ, 2ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. എന്താണ്? 2005 നിലവിൽ വന്നതെന്നുള്ളത് തെറ്റാണ് കേട്ടോ. 2005 നിലവിൽ വന്നതെന്നുള്ളത് തെറ്റാണ്. എന്നാണ് നിലവിൽ വന്നത്? 2005 2007 മെയ് 4 കേട്ടോ. മൂന്നാമത്തെ പ്രസ്താവന എന്താ തെറ്റ്? റവന്യൂ മന്ത്രിയാണ് ചെയർമാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ചെയർമാൻ മുഖ്യമന്ത്രിയാണ് കേട്ടോ. മുഖ്യമന്ത്രിയാണ് ചെയർമാന്. വൈസ് ചെയർമാൻ ആണ് റവന്യൂ മന്ത്രി. നെക്സ്റ്റ്, 2005 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വിഹിതം എത്ര ശതമാനമാണെന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഓപ്ഷൻ ബി 40%, ബാക്കി 60% കേന്ദ്രത്തിന്റെ വീതമാണ്. 2025 തൊഴിൽ പദ്ധതിയായ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ പ്രകാരം സംസ്ഥാന വീതം 40% കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണെന്നാണ് കേട്ടോ. കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള കേരള സർക്കാരിന്റെ നോഡൽ ഏജൻസി ഏതാണ്? കിൻഫ്ര ആണ്, കിൻഫ്ര. നെക്സ്റ്റ്, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ആര്? നമുക്കറിയാം, വിജയ് കിഷോർ രഹത്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിന് കാരണമായ തിന്മയുടെ ചതുഷ്കോണം താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ആവാസനാശവും വിഭജനവും, അമിത ചൂഷണം, അന്യദേശ ജീവികളുടെ അധിനിവേശം, സഹവംശനാശം. നെക്സ്റ്റ്, ഒരു സ്വയം പ്രതിരോധ രോഗമാണ് ഏതാണ്? ഓപ്ഷൻ ഡി മയാസ്തേനിയ ഗ്രേവിസ് ആണ് കേട്ടോ. മയാസ്തേനിയ ഗ്രേവിസ് ഒരു സ്വയം പ്രതിരോധ രോഗമാണ്. നെക്സ്റ്റ്, ദ്വിതീയ ഉപാപചയ വസ്തുക്കളാണ് ഏത്? ഇതിൽ ഏതൊക്കെയാണ് ദ്വിതീയ ഉപാപചയ വസ്തുക്കൾ? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, റെസിനും കുർക്കുമിനും ആണ്. നെക്സ്റ്റ്, കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡിയാണ് ഡാഷ്. ഏതാണ്? കൊളസ്ട്രത്തിൽ കാണപ്പെടുന്ന ആന്റിബോഡി ഏതാണ്? ഓപ്ഷൻ എ IgA ആണ് കേട്ടോ. നെക്സ്റ്റ്, സ്റ്റിറോയിഡുകൾ ഇല്ലാത്ത ആഴ്ചയിൽ ഒരെണ്ണം എന്ന ഉപയോഗക്രമമുള്ള ഗർഭനിരോധന ഗുളികയാണ് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സഹേലി. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ് ഏത്? ഡാഷ്. മണ്ണിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയ ആണ് ഡാഷ്. ഏതാണ്? അസോസ്പൈറില്ലം. നെക്സ്റ്റ്, സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സൂര്യനിലെ ഊഷ്മാവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ സി പൈറോമീറ്റർ ആണ്, പൈറോമീറ്റർ. നെക്സ്റ്റ്, ഒരു യന്ത്രത്തോക്കിൽ നിന്നും 1 സെക്കൻഡിൽ m പിണ്ഡവും v പ്രവേഗവുമുള്ള n ബുള്ളറ്റുകൾ പുറപ്പെട്ടാൽ യന്ത്രത്തോക്കിൽ അനുഭവപ്പെടുന്ന ബലം എത്രയാണെന്നാണ്. ഓപ്ഷൻ എ ആണ്, NVM ആണ്. ഇത് മൂന്നിന്റെയും പ്രൊഡക്ട്സ് ആണ്. നെക്സ്റ്റ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഒരു വസ്തുവിന്റെ പലായന പ്രവേഗം 11.2 km/s ആണ്. ഭൂമിയുടെ അതേ പിണ്ഡവും ആരവും ഭൂമിയുടെ 1/4 ഭാഗമുള്ള മറ്റൊരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിന്നുള്ള പലായന പ്രവേഗം എത്ര എന്നാണ്.
ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് 22.4 കിലോമീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഏത് ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം √2gm 2gm/r എന്നുള്ള ഇക്വേഷൻ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ജി എന്താണ്? യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം. എം എന്താണ്? ഗ്രഹത്തിന്റെ പിണ്ഡം, ഇവിടെ തന്നിട്ടുള്ള മാസ്. ആർ എന്താണ്? റേഡിയസിലെ ഗ്രഹത്തിന്റെ ആരം. ഓക്കെ, ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 22.4 കിലോമീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ ഭൗതിക ശാസ്ത്രത്തിലെ ഏതു കണ്ടുപിടുത്തമാണ് സമീപകാലത്ത് വലിയ ശ്രദ്ധ നേടിയത് എന്നാണ്. ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ വേവ്സ് ആണ്. ഗ്രാവിറ്റേഷണൽ വേവ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ രാസപ്രവർത്തനത്തിന് ഉദാഹരണം. ഇവിടെ രാസപ്രവർത്തനത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. മുകളിൽ പറഞ്ഞിരിക്കുന്നവയെല്ലാം ഏതൊക്കെയാണ്? മെഴുക് കത്തുന്നത്, ഭക്ഷണം ദഹിക്കുന്നത്, പഴങ്ങൾ പഴുക്കുന്നത് ഒക്കെ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് കേട്ടോ. നെക്സ്റ്റ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ ആണ് കേട്ടോ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി സിങ്ക് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന വാതകമാണ് ഹൈഡ്രജൻ. നെക്സ്റ്റ്, വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? വൈദ്യുതി ഏറ്റവും നന്നായി പ്രവഹിക്കുന്ന ലോഹം ഏതാണ്? ഓപ്ഷൻ എ വെള്ളിയാണ്. വെള്ളി. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഏതാണ്? വെള്ളിയാണ് കേട്ടോ. നെക്സ്റ്റ്, ഏതാനും ലായനികളുടെ പി എച്ച് മൂല്യം, അതായത് 25°C ഉള്ളതിന്റെ താഴെ കൊടുത്തിരിക്കുന്നു. ഇതിൽ ആസിഡ് ലായനി അല്ലാത്തവയുടെ പി എച്ച് മൂല്യങ്ങൾ ഏതൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ സി ആണ് 3ഉം 4 ആണ് കേട്ടോ. പി എച്ച് ഈക്വൽ ടു 8 എന്നുള്ളത് പി എച്ച് ഈക്വൽ ടു 12 എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം പി എച്ച് 7 താഴോട്ടുള്ളത് എന്താണ്? 6, 5, 4 ഇങ്ങനെ വരുന്നതാണ്. നമുക്കറിയാം ആസിഡ് 7 മുകളിലേക്ക് വരുന്നതാണ് എന്ത്? ബേസ്. നെക്സ്റ്റ്, അഷ്ടപതി ആട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഏതാണ് അഷ്ടപതി ആട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ സാഹിത്യകൃതി ഏതാണ്? ഏതാണ് കൃതി? നമുക്കറിയാം ഓപ്ഷൻ സി ഗീതാ ഗോവിന്ദാണ് കേട്ടോ. ഗീതാ ഗോവിന്ദം എന്ന എന്താണ് കൃതിയാണ് അഷ്ടപതിയാട്ടം എന്ന കേരളീയ ദൃശ്യകലാരൂപത്തിന് അവലംബമായ കൃതി. ഗീതാ ഗോവിന്ദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന സ്റ്റേഡിയം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കലിംഗ സ്റ്റേഡിയം കേട്ടോ. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയം ആണ്. നെക്സ്റ്റ്, യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? യുനെസ്കോയുടെ പൈതൃക സാംസ്കാരിക ആഘോഷങ്ങളുടെ പട്ടികയിൽ പുതുതായി ഉൾപ്പെട്ട ഇന്ത്യൻ ആഘോഷം ഏതാണ്? ഏതാണ്? ദീപാവലിയാണ് കേട്ടോ. നെക്സ്റ്റ്, എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്നാണ്. ഓക്കെ, എസ് കെ പൊറ്റക്കാടിന്റെ കൃതികളെ കുറിച്ചാണ് കൊടുത്തത്. ഇതിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത് കേട്ടോ. ബാക്കിയൊക്കെ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. യാത്രാനുഭവങ്ങൾ സഞ്ചാരിയുടെ ഗീതങ്ങൾ എന്ന പേരിൽ കവിതകളായി ആവിഷ്കരിച്ചിട്ടുണ്ട്. ആത്മകഥാപരമായ നോവൽ എന്ന എസ് കെ പൊറ്റക്കാട് തന്നെ വിശേഷിപ്പിച്ച കൃതിയാണ് ഒരു ദേശത്തിന്റെ കഥ. എസ് കെ പൊറ്റക്കാട് രചിച്ച നാടകമാണ് അച്ഛൻ. അപ്പൊ ഇത് മൂന്നും ശരിയാട്ടോ. ഓപ്ഷൻ ബി എന്താണ്? കോഴിക്കോടിനടുത്തുള്ള മുക്കം എന്ന ഉൾനാടൻ ഗ്രാമത്തെ പശ്ചാത്തലമാക്കി എഴുതിയ നോവലാണ് വിഷകന്യക. ഓക്കെ, ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റാന്നുള്ളത്? അതായത് കാരണം കോഴിക്കോട്ടെ മുക്കം എന്ന ഗ്രാമത്തിന്റെ പശ്ചാത്തലത്തില് എസ് കെ പൊറ്റക്കാട് രചിച്ച പ്രശസ്തമായിട്ടുള്ള നോവൽ ഏതാണ്? നാടൻ പ്രേമാണ് കേട്ടോ. നാടൻ പ്രേമാണ്. ഓക്കെ, അപ്പൊ വിഷകന്യക എന്നുള്ളത് തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്ക് കുടിയേറിയ കർഷകരുടെ കഥ പറയുന്നതാണ് വിഷകന്യക. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് ചേരുന്നത് ഏതെന്നാണ് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആയിരുന്നു പ്രൊഫഷണൽ ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സ്വതന്ത്ര ദിനാഘോഷത്തോടനുബന്ധിച്ച് പുന്നമടക്കായൽ നടത്തുന്ന വള്ളംകളിയാണ് എന്നുള്ളതായിരുന്നു ശരിയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് ഫൈനൽ ആൻസർ വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. കാരണം എന്താണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴയിലെ പുന്നമടക്കായലിലാണ് കേട്ടോ. എന്നാൽ ഇത് സാധാരണയായിട്ട് നടക്കുന്നത് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ്. ഓക്കെ, സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ചല്ല, ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് ഇത് നടത്തുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളതൊക്കെ എന്താണ്? ചെമ്പകശ്ശേരി രാജാവായ ദേവനാരായണൻ
കുറിച്ചിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് ശ്രീകൃഷ്ണ വിഗ്രഹം കൊണ്ടുപോകുന്നതിന്റെ സ്മരണക്കായി നടത്തുന്ന വള്ളംകളി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ്? ഇത് ചമ്പക്കുളം മൂലം വള്ളംകളിയെ കുറിച്ചാണ്. ചമ്പക്കുളം മൂലം വള്ളംകളിയെ കുറിച്ചാണ് ഓപ്ഷൻ ബിയിൽ പറയുന്നത്. സിയിൽ ഓണത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധമുള്ളതുമായ വള്ളംകളിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണ്? ആറന്മുള ഉത്രട്ടാതി വള്ളം കളിയെ കുറിച്ചാണ്. ഓപ്ഷൻ ഡിയിൽ എന്താ? ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ഐതിഹ്യമുള്ള വള്ളംകളിയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതും തെറ്റാണ്. ഇതെന്താ? നമുക്കറിയാം പായിപ്പാട് വള്ളംകളിയുടെ ഐതിഹ്യമാണ് കേട്ടോ. ഇത് ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടത് പായിപ്പാട് വള്ളംകളിയുടെ ഐതിഹ്യമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന് ഡിലീറ്റ് ചെയ്യാൻ കാരണം 4 പ്രസ്താവനകളും തെറ്റാണ്. ഇവിടെ ഓപ്ഷൻസ് എയിൽ നമ്മൾ പറഞ്ഞു പുന്നമടക്കായലിൽ നടത്തുന്ന വള്ളംകളിയാണ്, സ്വാതന്ത്ര്യ ദിനാഘോഷത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള വള്ളംകളിയല്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.